ചേട്ടാ ഇന്ന് വരട്ടെ, നിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ടടി. ചോറ് വെച്ചിട്ട് പോയപ്പോ വാതിലടച്ചല്ലോ. അതൊക്കെ ഞാൻ ചാടുന്നു ഇപ്പൊ കണ്ടോ? ഇതൊക്കെ എനിക്ക് ചെയ്യണ കേസല്ലേ? എടി സൂക്ഷിച്ചു കയറി പോടി, അവിടുന്ന് വീഴൂടി വന്നെ. അയ്യോ അയ്യോ, എനിക്കിവിടെ കേറാൻ പറ്റുന്നില്ല പപ്പിച്ചേട്ടായി. എടി നിന്നോട് ആരാ ഇപ്പൊ അവിടെ വലിഞ്ഞു കേറാൻ പറഞ്ഞേ? അയ്യോ അയ്യോ, ഞാനിപ്പോ വീഴും പപ്പിച്ചേട്ടായി, പിടിക്കാവോ? എടി നീ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനിഞ്ഞിപ്പോ ഈ ഗേറ്റ് പൊളിക്കണോ? എടി നീ പേടിക്കണ്ടടി, താഴെ വീണാലും പൂച്ചകൾ 4 കാല വീഴുവോളെന്നാ പറഞ്ഞു കേട്ടേക്കുന്നെ. 4 കാല വീഴും, എന്നിട്ട് എന്നെ 4 കാല ഓടിയും. പാപ്പിച്ചേട്ടായി അയ്യോ എനിക്ക് പേടിയാവുന്നേ. നീ പയ്യെ ബാലൻസ് ചെയ്യ. പയ്യെ ബാലൻസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നേ. പയ്യെ പയ്യെ ഇനി അപ്പുറത്തോട്ട്. ഞാനിപ്പോ വീഴുവായിരിക്കും. വീഴുകല്ലെന്നേ, വീണാ ഞാൻ പറയാം. ഞാൻ വീണിട്ട് പാപ്പിച്ചേട്ടായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി വീഴുവേലെന്നേ, പയ്യെ ഈ സൈഡിലോട്ട് വാ. അങ്ങോട്ടോ? ഓ അങ്ങോട്ടല്ല, നിന്റെ തലയിലോട്ട്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി മോളിൽ കയറരുതെന്ന്. നീ എന്നെ കാണിക്കാൻ ഈ മോളിൽ കയറിയിരുന്നേ? ഓ ആ ചേട്ടാ ഒന്ന് വന്നായിരുന്നെങ്കിൽ. എന്നെ പേടിപ്പിച്ചാ ഞാൻ താഴെ വീഴും കേട്ടോ. ഹായ് തുമ്പി. ഇവളവിടെ എന്നാ നോക്കുവാ? എടി നീ തുമ്പിനെ നോക്കോണ്ടിരുന്നോ? താഴെ വീണ് കഴിഞ്ഞാൽ നിനക്ക് ചെറുവണ്ടാ പറക്കാൻ. മര്യാദയ്ക്ക് പറയുന്നേക്ക് സൈഡിലോട്ട് വാ. അതിന്റെ ഇടയ്ക്ക് അവളുടെ തുമ്പി കച്ചവടം. അല്ല, ആ തുമ്പിയോട് പറഞ്ഞാ എന്നെ ഒന്ന് പറത്ത് താഴെ ഇറക്കി തരുമോ പോലും? തുമ്പി കല്ലെടുക്കുന്നതാണല്ലോ, പിന്നെ എന്നെ എടുക്കാൻ പറ്റൂലേ? ഈ കുരുപ്പിന്റെ നാക്കേലാ തോറ്റു പോണേ. എടി നീ ഇപ്പുറത്തോട്ട് നടക്കടി. പറയുന്ന പോലെ കേട്ടാ നിനക്കിപ്പം നിലത്തിറങ്ങാം. ഞാൻ വരാം. നിന്റെ പറപ്പ ഞാൻ പറപ്പിക്കും കേട്ടോ, നടക്കണേ ഇങ്ങോട്ട്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നേക്ക്, ഇങ്ങോട്ട് വാ സൈഡിലോട്ട് പയ്യെ. അങ്ങനെ മെടുക്കി. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വന്നു. അവസാനം ആ ഗേറ്റിന്റെ മണ്ടയിൽ നിന്ന് നിന്നെ ഈ പൊരപ്പുറം വരെ ഞാൻ എത്തിച്ചില്ലേ? നിന്ന് കഥാപ്രസംഗം നിർത്താതെ എന്നെ താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞു തരാമോ? തട്ടമ്പുറത്തുനിന്ന് ഇറക്കാടി. നീ അവിടുന്ന് ചാടാ, ഞാൻ പിടിക്കാം. എടുത്തുനിന്ന് ചാടിക്കോ, ഒറ്റ ചാട്ടം. അയ്യോ ഞാൻ ചാടൂല, പപ്പിച്ചേട്ടാ പിടിക്കൂല, ചുമ്മാ പറയുവോ? ഇല്ലടി ഞാൻ പിടിക്കാടി, നീ ചാടടി. ഇല്ല ഇല്ല ഇല്ല, പപ്പിച്ചേട്ടാ പിടിക്കൂല, എനിക്കറിയാം. എടി ഞാൻ പിടിക്കാന്ന്. നീ അവിടെ ഒറ്റ ചാട്ടം വെച്ച് കൊടുക്ക. ഞാനിവിടെ പിടിക്കാം. എവിടെ ഉണ്ടല്ലോ, നീ ചാടിക്കോ. വാ വാ വാ, ഈ അറ്റത്തോട്ട് കയറി നിക്ക. ശരിക്കും പിടിക്കോ? എടി നിന്നോടല്ലേ ഞാൻ പിടിക്കാന്ന് പറഞ്ഞ, നീ ചാടാനേ. ചാടാവേ. 1 2 3. എന്റെ നടു ഒടിഞ്ഞേ. എടാ പപ്പിച്ചേട്ടായി, എടാ പട്ടിച്ചേട്ടായി. നിന്നോട് ഞാൻ പറഞ്ഞല്ലടി മോളിൽ കയറല്ലെന്ന്. വാ ചേട്ടാൻ്റെ അടുത്ത് പോയി ഇനി കളിക്കാം. തൂമിഞ്ഞൽ കുലുങ്ങി, കാറും കോലും മുണങ്ങി. തിത്തിത്തിരിന്ന് പറഞ്ഞോണ്ട് നീ എങ്ങോട്ടേന്ന് ഒഴിഞ്ഞു വരുന്നേ? അല്ല ചേട്ടായി, ഇതൊക്കെ അയച്ചു വെക്കണ്ടേ? ഈ മിന്നാമിന്നിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞോണ്ടിരുന്ന എന്തോരം കരണ്ട് ദോഷമാവൂന്ന് അറിയാവോ? ചുമ്മാ മുണുങ്ങാന്ന് തെളിഞ്ഞോണ്ടിരിക്കുവാ. അഴിക്കണോന്ന് പറഞ്ഞ ചേട്ടാ എന്നെ ഈ പേപ്പറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ലോട്ടറി നോക്കുവാടാ. ലോട്ടറിയോ? പൂട്ടാണ്ടാച്ചിയാണോ? നമ്മുടെ വിൻവിൻ ലോട്ടറി എങ്ങാനും അടിക്കുവോ? ഞാൻ കാശിന് മരിക്കും. എന്നിട്ട് വേണം ഈ കുരിപ്പിനെ നോക്കാൻ 8 മാസം പ്രായമുള്ള ഒരു സ്പിറ്റ്സ് പപ്പിക്കുട്ടിയെ കൊണ്ട് നിർത്താൻ. അടിച്ചതാ മോനെ. അടിച്ചതാ. ചേട്ടാ ഈ വയറിന്റെ മുകളിൽ കയറിയിരുന്ന കരണ്ടടിക്കുവല്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. ലോട്ടറി എങ്ങാനും അടിച്ചാ ഞാൻ എന്റെ സ്വന്തം കാറിലൊരു വരും.
ചുറ്റു തുരു, ചുറ്റു തുരു. ഈ സ്വിച്ച് ഇട്ട് കളിക്കാം. ഡിഷും 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 ഡിഷും. 6 4. ഓ, ഒരക്ഷരത്തിന് പോയി. അപ്പൊ അതും പോയി. വീണ്ടും മിന്നൽ പാട്ട്. ചുറ്റു തുരു ടിഷും, ചുറ്റു തുരു ടിഷും, ചുറ്റു തുരു ടിഷും, ചുറ്റു. ചുറ്റു ടു. ടിഷും. ചേട്ടായി. ഇതാണ് ചേട്ടായി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്. ചേട്ടായി ഇരിക്കുന്ന വയറിൽ നിന്ന് ഉണ്ടാകുന്ന സ്റ്റാറ്റിക് എനർജി ചേട്ടായിയുടെ തലമുടിയെ പൊക്കുകയും താത്തുകയും ചെയ്യുകയാണ്. ഓ മൈ ഗോഡ്. ചേട്ടായി, ഈ തിയറി വെച്ച് ചേട്ടായിനെ ഞാനൊരു മിന്നൽ മുരളിയാക്കും. എടാ, സിനിമയിൽ അങ്ങനെ കാണിക്കാം. സിനിമയിലല്ല ചേട്ടായി, ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. ചേട്ടായി ഒന്ന് ആലോചിച്ച് നോക്കേ. ഇങ്ങനെ ക്രമീകൃതമായി ഉണ്ടാകുന്ന സ്റ്റാറ്റിക് എനർജി കുമിഞ്ഞു കൂട്ടി വെച്ച് അതൊരു വലിയ ഫോഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ. അത് ചുമ്മാ സയൻസ് ഫിക്ഷൻ സിനിമയല്ലേ, അതിനെ തന്നെ വേണം കാണിക്കാൻ പോലെ. അല്ലാലും കറണ്ട് അടിച്ച ആൾക്കാർ ചത്തുപോലെ അന്നൊരു റെഡിമെന്റിലേക്കാണ്. അത് സയൻസ് ഫിക്ഷൻ സമ്മതിച്ചു. ചേട്ടായി അതിന്റെ അകത്ത് ആ സയൻസ് മാത്രം ഒന്ന് എടുത്തു നോക്കിയേ. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ. സയൻസ് തന്നെ എടുത്താൽ എന്റെ ചേട്ടായി, ഇതുപോലെ ഇപ്പൊ മുടിയിൽ വന്നേക്കൂട്ട് സ്റ്റാറ്റിക് കറന്റ് നമ്മുടെ ശരീരത്തിൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കേറ്റുന്നു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേ ആയി കഴിയുമ്പോ നമുക്ക് ഭയങ്കര ശക്തി കിട്ടില്ലേ? പിന്നെ ചേട്ടായി ആരാ? സൂപ്പർ ഹീറോ. ഞാനോ സൂപ്പർ ഡോഗ് സയന്റിസ്റ്റ് പപ്പിക്കുട്ടൻ. എന്നൊരു കാര്യം ചെയ്യാം, ആദ്യം നിന്റെ മേത്ത് പരീക്ഷിക്കാം. കേരളത്തിൽ നിന്ന് ഒരു സൂപ്പർ ഡോഗും കൂടെ ആകട്ടെ. ഓൾറെഡി മിന്നൽ മുരളി ഉണ്ടല്ലോ. എന്റെ തിയറിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് പരീക്ഷിക്കാം. അതിനെന്താ പ്രശ്നം? അല്ലെങ്കിൽ സാധാരണ എനിക്കിട്ട് എൻ്റെ നെഞ്ചത്ത് മാത്രമാണല്ലോ പണി ഇങ്ങനെ കിട്ടാറ്. അതുകൊണ്ട് നീയും കൂടെ കൂടി നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് സെറ്റപ്പ് കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടേ? ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കും. ചേട്ടാ എന്റെ കൂടെ നിന്നാ മതി. ഇതിന് മാത്രം ഒന്നും ആലോചിക്കാനില്ല. കേട്ടിട്ടില്ലേ, ധീരന്മാർ 2 വട്ടം ആലോചിക്കാറില്ല. ഇനി സംശയമാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ചേട്ടയുടെ മേത്ത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാക്കാം. വേണ്ട, വാ നോക്കാം. ഇന്ന് രാത്രി ഈ സയന്റിസ്റ്റ് പപ്പിക്കുട്ടനെ ലോകം അറിയും. പെട്ടെന്ന് കേറി വാ, ഇപ്പൊ നല്ല വോൾട്ടേജ് ഉള്ള സമയം. വരുവാടാ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? എടാ, അതാ അടുക്കളയിലെ അരിമപാത്രമല്ലേ? 1 മണിക്കൂർ മുമ്പ് വരെ അതായിരുന്നു. ഇപ്പൊ അത് ആർക്ക് റിയാക്ടർ ആണ്. ആർക്ക് റിയാക്ടറോ? നീ എന്നാ പണി കാണിച്ചേ? നീ ടോണി സാറിനോട് എന്നാ പറയും? എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ മേലാത്ത ഒരു റിയാക്ടർ എനിക്കും അറിയാൻ മേല. പക്ഷേ അവിടെ കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓ അങ്ങനെ. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ചേട്ടാ കേറി വന്നേ, വന്നിരിക്കാം. ഓ, കണ്ടിട്ട് തന്നെ എനിക്കിട്ട് കറണ്ട് അടിക്കുന്നു. അതിനാടാ JBLന്റെ സ്പീക്കർ വെച്ചേക്കുന്ന അവിടെ? സ്പീക്കറല്ല, ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ്. ഇനിയിപ്പോൾ അബദ്ധത്തിൽ എങ്ങാനും സ്റ്റാറ്റിക് എനർജി കൺവേർട്ട് ആയി കൈനറ്റിക് എനർജി ആയി ചേട്ടായിക്ക് എങ്ങാനും ഷോക്ക് അടിച്ചാൽ ചേട്ടായിയുടെ നിലവിളി ശബ്ദം ചേട്ടായിക്ക് തന്നെ കേട്ടിട്ട് ചേട്ടായിക്ക് പേടി വരാതിരിക്കാനാണ് ആ ഹെഡ്സെറ്റ്. ഓ, അത് നല്ല ഐഡിയ പോയി. അങ്ങ് വന്നേ, നമുക്ക് 2 കൂടെ ട്രൈ ചെയ്യാം. വാ ചേട്ടായി ഇരിക്കുക. അവിടെ ഒന്നും നോക്കാനില്ല, വന്നിരിക്കുക. ഇനി ഞാൻ ഈ സ്വിച്ച് ഇടും. സ്വിച്ച് ഇട്ടതിന് ശേഷം ചേട്ടായിയുടെ തലയിൽ നിന്നും കാലിൽ നിന്നും ഒരേ ലെവലിൽ EMF ഇൻഡ്യൂസ് ആവും.
അങ്ങനെ ഇൻഡ്യൂസ് ആയ EMF സ്റ്റോർ ചെയ്യപ്പെട്ട് ചേട്ടായിക്ക് ഭയങ്കര ശക്തി കിട്ടും. അങ്ങോട്ട് വെക്കാനേ. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. ആ സ്വിച്ച്, ഈ സ്വിച്ച്, ഇത് ഇത് തന്നെ. ടിഷ്യൂ. അയ്യോ അമ്മേ. ചേട്ടായിക്ക് പവർ വല്ലതും കിട്ടിയോ? സൂപ്പർ പവർ അല്ല, സൂപ്പർ ഷോക്ക് കിട്ടി. ചേട്ടായിയോട് ആരാ എന്റെ കയ്യിൽ കയറി പിടിക്കാൻ പറഞ്ഞേ? എനിക്കിട്ടും ഷോക്ക് കിട്ടി. ഇൻഡ്യൂസ്ഡ് EMF. അല്ലടാ പപ്പി, ഇനി നിനക്കെങ്ങാനും പവർ കിട്ടിയോ നോക്കിക്കേ. കരണ്ട് അടിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് കൈപൊക്കി നോക്കട്ടെ. ഇനി മുതൽ വെറും പപ്പിയല്ല, വേൾഡ് പപ്പി അഥവാ മിന്നൽ പപ്പി.